യുക്രൈൻ റഷ്യ യുദ്ധം അവസാനമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും റഷ്യയുടെ നേർ തിരിഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ത്യ റഷ്യ ബന്ധവും എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന കാര്യമാണ്. റഷ്യക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ഇന്ത്യയും ചൈനയുമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി സമ്മേളനത്തിലടക്കം ഇന്ത്യക്കും ചൈനയ്ക്കും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിരുന്നു. കൂടാതെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ റഷ്യ ബന്ധം തകർക്കാൻ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും നികുതി പരിഷ്കരണം ഉൾപ്പെടെ പല തീരുമാനങ്ങൾ അമേരിക്ക നടപ്പാക്കുകയും ചെയ്തു. എന്നാൽ ഈ നടപടികളൊന്നും ഭയക്കാതെ ഇന്ത്യ റഷ്യ ബന്ധം പൂർവാധികം ശക്തിയോടെ മുന്നോട്ടു പോവുകയാണ്. റഷ്യയുമായി ഉണ്ടായിരുന്ന എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് പല ദിക്കിൽ നിന്നും സമ്മർദ്ദമുണ്ടായിട്ടും എണ്ണ ഇറക്കുമതിയിൽ പിന്തിരിയാൻ ഇന്ത്യ തയ്യാറായില്ല. റഷ്യയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനും തുടർന്നത് 50% ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതോടെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ വീണിരുന്നു. ഇതിനു പിന്നാലെ വിദേശ നിർമ്മിത സിനിമകൾക്കും മരുന്നുകൾക്കും 100% തീരുവ ചുമത്തുന്ന പ്രഖ്യാപനവും ട്രംപ് നടത്തിയിരുന്നു. ഇതിനെല്ലാം പിന്നിലെ ലക്ഷ്യം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുക എന്നതാണ്. ഉപരോധങ്ങൾക്കിടയിലും എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിന് പകരമായി US-ന്റെ ഉപരോധമുള്ള രാജ്യങ്ങളായ ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യയെ അനുവദിക്കണമെന്ന് ഇന്ത്യ US-നോട് ആവശ്യപ്പെട്ടു. യുക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് പല രാജ്യങ്ങളും റഷ്യയുമായുള്ള വ്യാപാരം ഒഴിവാക്കിയതോടെ റഷ്യക്ക് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ് വിൽക്കേണ്ടി വന്നു. ഉപയോഗിക്കുന്ന എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. അതിനെതിരെയാണ് അമേരിക്ക അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ മുഖം കനപ്പിച്ചത്. യുക്രൈൻ യുദ്ധം സമാധാനത്തിലെത്തിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്തിട്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത സമീപനം പുടിനോട് ട്രംപിന്റെ വിദ്വേഷത്തിന് കാരണമായി. ഡൊണാൾഡ് ട്രംപ് താരിഫ് ഉയർത്തലുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ ഇന്ത്യയും റഷ്യയും പരസ്പര സഹകരണവുമായി മുന്നോട്ടു പോകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതിനിടയിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിലുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസംബർ 5, 6 തീയതികളിലായിരിക്കും സന്ദർശനമെന്നും ഡൽഹിയിലെത്തുന്ന പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിനിടെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, സഹകരണം ഉൾപ്പെടെയുള്ളവയിൽ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ US അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യ US ബന്ധം വഷളായ സാഹചര്യത്തിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം. ഓഗസ്റ്റിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മോസ്കോ സന്ദർശന വേളയിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ പുറത്തു വന്നത്. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ സന്ദർശിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ തീയതി തീരുമാനിച്ചിരുന്നില്ല. പിന്നീട് ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ വെച്ച് പുടിനും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. യുക്രൈനെതിരായ ആക്രമണം തുടരുന്ന റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നത് ചൈനയും ഇന്ത്യയുമാണെന്നായിരുന്നു ട്രംപ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇരു രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് പുടിനെതിരെ ഉണ്ടെങ്കിലും ഇന്ത്യ ICC-യിൽ കക്ഷിയല്ലാത്തതിനാൽ പുടിനെ കസ്റ്റഡിയിലെടുക്കേണ്ട ബാധ്യത ഇന്ത്യക്കില്ല.